കല്ലുമ്മക്കായ അല്ലെങ്കിൽ കയറുമ്മക്കായ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന ചിപ്പിക്ക. അപ്പോൾ അത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഐറ്റിയിൽ നിരവധിയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളമായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത്. അപ്പോൾ തോണി തുഴയുന്ന ഷിബിൻ അപ്പോൾ എങ്ങനെയാണ് സംഭവങ്ങളുടെ ഷിബി? നമ്മുടെ കല്ലുമ്മക്കായുടെ അവസ്ഥ എങ്ങനെയുണ്ട്? അടിപൊളി ഉണ്ടോ? ഞാൻ എണീച്ച് നിൽക്കുന്നുണ്ട്, വീലല്ല. ഇതാണ് നമ്മുടെ കല്ലുമ്മക്കായ് കൃഷി നിലവിലെ അവസ്ഥ. കാണുന്നില്ല? ഒന്നുകൂടെ പൊന്നിച്ച് കാണിച്ചു കൊടുത്തേ. വാവ്, സൂപ്പർ. ചൂട് കൂടിയാൽ എല്ലാം അവതാളത്തിലാവും അല്ലേ? എന്നാലും ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ സ്കീം എങ്ങനെയാണ് ഷിബി? ഇത് സർക്കാരിൻ്റെ എന്തെങ്കിലും സഹായങ്ങളുണ്ട്? നിലവിൽ കേരള സർക്കാർ ജനകീയ മത്സ്യകൃഷി മുഖേന നടപ്പിലാക്കുന്ന കല്ലുമ്മക്കായ കൃഷിയാണ്. അപ്പോൾ ഈ മൊത്തം ചെലവിൻ്റെ 40% സർക്കാർ സബ്സിഡി ആയിട്ട് ലഭിക്കുന്നുണ്ട്. 16,000 രൂപയായിട്ടും 6,000 രൂപ സബ്സിഡി ആയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഈ കല്ലുമ്മക്കായ കൃഷി ഒരു യൂണിറ്റിന് കിട്ടുന്നുണ്ട്. കൂടാതെ അത് കുടുംബശ്രീക്കാണെങ്കിൽ 4 യൂണിറ്റിൻ്റെ പൈസ കിട്ടുന്നുണ്ട്. 24,000 ആ റേഞ്ചിലായിട്ട് കുടുംബശ്രീക്ക് കിട്ടുന്നുണ്ടല്ലേ? 24,000 അതിന് 30,000 അറിയില്ല. അവർക്ക് കൂടുതൽ അവർ യൂണിറ്റ് എന്തായാലും നഷ്ടം വന്നു കഴിഞ്ഞാൽ സർക്കാർ സഹായിക്കും. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. എന്തായിട്ടും തീർച്ചയായിട്ടും ആ പൈസ എന്തായാലും കിട്ടും. പക്ഷേ അതിൻ്റെ ലൈസൻസും കാര്യമെല്ലാം എടുക്കണം അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് ലൈസൻസ്, ഫിഷറീസ് വകുപ്പ് നൽകുന്ന ലൈസൻസ് പിന്നെ തീർച്ചയായിട്ടും എന്തായാലും എടുക്കേണ്ടതുണ്ട്. അത് ഇതിൽ ബോർഡ് സ്ഥാപിക്കണം. ലൈസൻസ് നിലവിൽ ലഭിക്കണത്രേ. ആ ലഭിച്ച് കഴിഞ്ഞ ഉടനെ ആ ലൈസൻസ് നമ്പറും വ്യക്തിയുടെ പേരും വെച്ചിട്ട് ബോർഡ് സ്ഥാപിക്കണം ഇതിൽ. അത് ഫിഷറീസ് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചതിന് ശേഷം അവർ ഇതിനൊരു എണ്ണമുണ്ട്. ഒരു സ്റ്റേജിൽ 120 കൈ ചെയ്യണം എന്നാണ് അവരെ കണക്ക്. അപ്പോൾ ഒരു 2 ചാക്ക് 3 ചാക്ക് വിത്തലിട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചില്ലേ കൈകളുടെ എണ്ണം കിട്ടുമല്ലോ. കുറച്ച് സൗണ്ട് പറഞ്ഞു, നല്ല കേൾക്കുമല്ലോ. ഒരു കോസ്റ്റ് ആ കോസ്റ്റിന് ഒരു 6,000 രൂപ എന്തായിട്ടും കിട്ടും. ബാക്കി നല്ല രീതിയിൽ വളർച്ചയാണെങ്കിൽ അത്യാവശ്യം നല്ല ലാഭമായിരിക്കും കല്ലുമ്മക്കായ കൃഷി. നമ്മുടെ നാട്ടിൽ ചിപ്പിക്കാന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേജ്. കല്ലുമ്മക്കായ നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മളെ സ്റ്റേജ് ഒരുപാടുണ്ട്. നമ്മുടെ IT പ്രദേശത്തിനകത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഒരു 10-40ലധികം കൃഷി ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കുടുംബശ്രീക്കാർ, ക്ലബ്ബ്, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ചേർന്ന് ഷെയറായിട്ട് വ്യക്തിപരമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ അമ്മ ചെയ്യുന്ന സാധനം ഇതാ വെള്ളത്തിൽ കാണാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ആ കയറിനകത്ത് പറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷേ അമിതമായ ചൂട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വലിയ നഷ്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം അത് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കഴിക്കണം. ഒന്നെടുത്ത് പൊന്തിച്ച് നോക്കട്ടെ, ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇത് കഴിക്കണം എന്നാണ് ഷിബി പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിക്കനും ബീഫൊന്നും ഇതിൻ്റെ അടുത്ത് ഒന്നുമല്ല. പൊരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ വറവ് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ വെക്കുന്ന ആളെ കഴിവണമെങ്കിൽ ഇരിക്കും. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വീട്ടിൽ മൊത്തം ഡെയിലി ഇതെന്തായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് എടുക്കുക, ഇതിൻ്റെ വിളവെടുക്കുന്ന സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കല്ലുമ്മക്കായുടെ ഒരു കളി തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് കല്ലുമ്മക്കായ കൃഷി, അതുപോലെ തന്നെ ഇതിൻ്റെ വിളവെടുക്കുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഇത് കൃഷിയായി ബന്ധപ്പെട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. ഒരു വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരത്തെ നമ്മുടെ നാടിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. മൊത്തത്തിൽ ശാന്തമായ പുഴ, സൂര്യൻ അസ്തമിച്ചു. അടുത്ത മാസം പകുതിയാകുമ്പോൾ ഈ
പെരുന്നൊക്കെ മുമ്പായിട്ട് കൊടുത്താൽ മതി. പെരുന്നക്ക് മുന്നായിട്ട് ഇത് നമുക്ക് വിളവെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഷിബി പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് കഴുകി ഇതാക്കിയാണ് അതിലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് കളയുകയാണ്. പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുന്നുണ്ട്, കേൾക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. നല്ല സുന്ദരമായ കാഴ്ച. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, പറവകളെല്ലാം മുകളിലേ പറന്നു പോകുന്നുണ്ട്. ഒരുപാട് തെങ്ങ് ഇങ്ങനെ പുഴയിലേക്ക് ചാഞ്ഞിട്ടുണ്ടായിട്ടുണ്ടായി. പക്ഷേ അതിലിപ്പോൾ ആകെ ഒരു തെങ്ങ് മാത്രമേ ബാക്കിയില്ല. ബാക്കി തെങ്ങെല്ലാം നശിച്ചു പോയിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ലൊരു കാഴ്ച ദൂരെ കാണാൻ വേണ്ടി പറ്റും. പക്ഷികൾ പറന്നിങ്ങനെ വരി വരിയായിട്ട് വരുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങോട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതാ കണ്ട, എന്ത് നല്ല കാഴ്ച ഷിബി. അയ്യവാ സൂപ്പർ. പക്ഷികളിങ്ങനെ കൂട്ടമായിട്ട് പറന്ന് അവരെ കൂടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് വൈകുന്നേരം ആകുമ്പോൾ. മുൻപെല്ലാം ഒരുപാടുണ്ടാവില്ല, ഇപ്പം കുറവാണല്ലേ ശരിക്കും പറഞ്ഞാൽ. ഉണ്ട്, എന്നാ അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ കല്ലുമ്മക്കായ കൊണ്ട് നമ്മളെ ആയിറ്റിപ്പുഴ നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ദൂരത്ത് ഇതെല്ലാം കണ്ടൽക്കാടല്ലേ. അപ്പോൾ നമ്മുടെ ഈ ആയിറ്റി പ്രദേശത്തിനകത്ത് കണ്ടൽക്കാടിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെയുണ്ട്. ഈ ഒരു ഭാഗത്ത് തൊട്ട് ഒരുപാട് കണ്ടലിൻ്റെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ കണ്ടലിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, മണ്ണൊലിപ്പ് തടയും അല്ലേ. അതുപോലെ തന്നെ കരയിടിച്ചില്ല, അതായത് മണ്ണ് ഒലിച്ചു പോകുന്നത് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മീനിൻ്റെ പ്രജനനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സഹായിക്കുന്നൊരു വർഗ്ഗമാണ് ഈ കണ്ടൽ ചെടി. അതിൻ്റെ താഴെയെല്ലാം മീൻ മുട്ടയിടുകയും കൂട്ടം കൂടി താമസിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഈ കണ്ടൽക്കാട് എന്ന് പറയുന്ന ഈ സ്ഥലം, ഇതിൻ്റെ ഒരു പരിസരം. കുറേ എല്ലാ ആൾക്കാർ വെട്ടി നശിപ്പിക്കാറുണ്ട്, പക്ഷേ നമ്മൾ പരമാവധി വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ക്ലബിൻ്റെയും അതുപോലെ തന്നെ DYFI, വായനശാല തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തിനകത്ത് ഒരുപാട് കണ്ടൽക്കാടുകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏത് വലുതും ചെറുതല്ല, ചെറിയത് കൊണ്ട് വലിയ വിളവെടുക്കാനായ എത്ര പോലും. ഇതായിരുന്നു ചാമലിട്ടില്ല, അത് നല്ല ഉഷാറുണ്ടല്ലേ. വിളവെടുക്കാനായി ചെറിയത് കണ്ടോ, ചെറുതും വിത്തിൻ്റെ അത് വിത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് വിത്തിൽ തന്നെ പല തരത്തിൽ സൈസിൽ വരുന്നതുകൊണ്ടാണ് ഏകദേശം ഒറ്റ ആവറേജ് ഒരേ സൈസിൽ വരുന്നത്. നമ്മൾ അതെല്ലാം കണ്ടിട്ടേ ഓരോന്ന് വലുതല്ലേ. ഇതിപ്പോൾ ആ ചെറുതും കൂടി വലുതായിട്ട് വിളവെടുക്കാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതോ പുഴയിൽ ഉള്ളിൽ കാണാൻ പറ്റും. ഇത് ഏകദേശം വലുതായല്ലേ ശരിക്കും പറഞ്ഞാൽ. ഒരു മാസം അവിടെ എടുക്കാം. അടുത്ത മാസം ആദ്യം മുതൽ മാർച്ച് ആദ്യം മുതൽ എടുക്കാൻ എന്തായാലും. ഈ ഒരു സ്ഥലം നല്ലൊരു ഇതുണ്ടല്ലേ, ഈ ഒരു കമാനം പോലെ തോണി, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തോണി കയറ്റി വയ്ക്കും. അതുപോലെ തന്നെ മത്സ്യം പിടിച്ചു വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ വല വൃത്തിയാക്കൽ, അതുപോലെ തന്നെ മീൻ ശേഖരിക്കുന്നൊക്കെ സ്ഥലമാണ് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ നടുവിലുള്ള ഈ ഒരു സ്ഥലം. നല്ല ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥലമാണ്. കുറേ ഫോട്ടോ എല്ലാം ഇടുന്ന കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ എടുക്കലുണ്ട് നമ്മളെ ഈ ഒരു പ്രദേശത്തിനകത്ത് വന്നിട്ട്. അപ്പോൾ കല്ലുമ്മക്കായ് ഏതായാലും 1-2 മാസം അല്ലേ, ഒരു മാസത്തിനുള്ളിൽ എന്തായാലും വിളവ് എടുക്കും. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും കല്ലുമ്മക്കായ് വിളവ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഏതായാലും ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ.